അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറം 18.3 ആണ്. പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ഇംപ്ലൈസ് യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ എന്നാണ് ഈ തിയറം പറയുന്നത്. എവരി പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ഈസ് എ യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ. ലെറ്റ് ഡി ബി എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആൻഡ് ലെറ്റ് എ നോട്ട് ബി എനി നോൺ സീറോ നോൺ യൂണിറ്റ് ഇൻ ഡി. We will show that A naught is a product of irreducibles. Okay. അപ്പം എവരി പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ഈസ് എ യൂണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഡി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ നമ്മൾ എടുക്കുന്നു. ഓക്കെ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ഉള്ള ഏതൊരു ഐഡിയൽ എടുത്താലും അതിനെ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ എന്ന് വിളിക്കുന്നു. ഇനി അതൊരു യൂണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഏതൊരു നോൺ സീറോ നോൺ യൂണിറ്റിനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾസ് ആയിട്ട് യുണീക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. യുണീക്നെസ് ഇൻ ദ സെൻസ് നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പ്രഷനിലുള്ളതിൻ്റെ ഒരു യൂണിറ്റ് മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിന് വരാം അതിൻ്റെ അസോസിയേറ്റ് വരാം, അല്ലാതെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എ നോട്ട് ബി എനി നോൺ സീറോ നോൺ ഇൻ ഡി. വി വിൽ ഷോ ദാറ്റ് എ നോട്ട് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾസ്. ഓക്കെ, ഇപ്പോൾ ആദ്യം ഇതിന് പ്രൂഫിന് വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വി ബിഗിൻ ബൈ ഷോയിങ് ദാറ്റ് എ നോട്ട് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഇറഡ്യൂസിബിൾ ഫാക്ടർ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതാക്കാൻ പോകുന്നത് എ നോട്ട് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഇറഡ്യൂസിബിൾ ഫാക്ടർ എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വി ബിഗിൻ ബൈ ഷോയിങ് ദാറ്റ് എ നോട്ട് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ അപ്പോൾ എ നോട്ടിന് അറ്റ്ലീസ്റ്റ് ഒരു ഇറഡ്യൂസിബിൾ ഫാക്ടർ എങ്കിലും ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇഫ് എ നോട്ട് ഈസ് ഇറഡ്യൂസിബിൾ വി ആർ ഡൺ. അപ്പോൾ ഈ എ നോട്ട് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, എ നോട്ട് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യാനൊന്നുമില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇറഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ. അങ്ങനെ അല്ലെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് വേറെ രണ്ട് എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എ നോട്ടിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. B1 × A1 വേറെ നെയ്തർ B1 nor A1 ഈസ് എ യൂണിറ്റ് ആൻഡ് A1 ഈസ് നോൺ സീറോ. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇഫ് A1 ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ, ഈ A1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A1 വീണ്ടും ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടാവും, B2 × A2 എന്ന് പറയുന്നത്. വേറെ നെയ്തർ B2 nor A2 ഈസ് എ യൂണിറ്റ് ആൻഡ് A2 ഈസ് നോൺ സീറോ. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് B1, B2, B3 എക്സെട്ര ഓഫ് എലമെൻറ്റ്സ് കിട്ടും ദാറ്റ് ആർ നോട്ട് യൂണിറ്റ്സ് ഇൻ ഡി ആൻഡ് എ സീക്വൻസ് A നോട്ട് A1 A2 എക്സെട്ര ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് ഡി വിത്ത് AN ഈസ് ഈക്വൽ ടു BN+1 × AN+1 ഫോർ ഈച്ച്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഹെൻസ് നമുക്ക് ഐഡിയ ജനറേറ്റഡ് ബൈ A നോട്ട് സബ്സെറ്റ്, ഐഡിയ ജനറേറ്റഡ് ബൈ A1 സബ്സെറ്റ് എക്സെട്ര അങ്ങനെ ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ചെയിൻ ഓഫ് ഐഡിയൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ചെയിൻ കിട്ടിയ A നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു A1 × B1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A നോട്ട് എന്ന് പറയുന്നത് A1 ഒരു മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ A നോട്ട് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാം A1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് കിടക്കും. A1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് A1 എല്ലാ മൾട്ടിപ്പിൾസും വരും. അപ്പോൾ A നോട്ട് എന്ന് പറയുന്നത് അതിനകത്ത് വരും, അതിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും വരുന്നതാണ്. അപ്പോൾ A നോട്ട് സബ്സെറ്റ് A1 സബ്സെറ്റ് എക്സെട്ര സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ചെയിൻ ഓഫ് ഐഡിയൽസ് കിട്ടും, വിച്ച് ബൈ ദി പ്രിസൈഡിങ് ലെമ്മ മസ്റ്റ് ബി ഫൈനൈറ്റ്. അപ്പോൾ ഇതിങ്ങനെ A നോട്ട് സബ്സെറ്റ് A1 സബ്സെറ്റ് എക്സെട്ര എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ചെയിൻ ഓഫ് ഐഡിയൽസ് കിട്ടും. തൊട്ട് മുമ്പ് നമ്മളൊരു ലെമ്മ പഠിച്ച പ്രകാരം ഇങ്ങനെ ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ചെയിൻ ഓഫ് ഐഡിയൽസ് ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ലെമ്മ റെഫർ ചെയ്യണം, നിങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ A നോട്ട് സബ്സെറ്റ് A1 സബ്സെറ്റ് എക്സെട്ര AR എന്ന് കിട്ടി. ഇൻ പർട്ടിക്കുലർ അപ്പോൾ ഒരിടത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്തു, ARലാണ് സ്റ്റോപ്പ് ചെയ്തത്. സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് വീണ്ടും നമുക്ക് ഫാക്ടറൈസേഷൻ കിട്ടും, അത് ഇതേപോലെ സബ്സെറ്റ് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തെങ്കിൽ അതൊരു ഇറഡ്യൂസിബിൾ ഫാക്ടർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഇറഡ്യൂസിബിൾ ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. അപ്പോൾ അത് വെച്ചാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് എഴുതാം, A നോട്ട് ഈസ് ഈക്വൽ ടു P1 × C1 എന്ന് എഴുതാം. വേറെ P1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ് ആൻഡ് C1 എന്ന് പറയുന്നത് നോട്ട് എ യൂണിറ്റും ആണ്. P1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ്, C1 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ യൂണിറ്റും ആണ്. ഓക്കെ, ഇനി C1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ അല്ലെങ്കിൽ ദെൻ വി ക്യാൻ റൈറ്റ് C1 ഈസ് ഈക്വൽ ടു P2 × C2 എന്ന് എഴുതാൻ പറ്റും. C1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ അല്ലെങ്കിൽ നമുക്ക് C1 എങ്ങനെ എഴുതാം, P2 × C2 എന്ന് എഴുതാം. വേർ P2 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ് ആൻഡ് C2 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ യൂണിറ്റും ആണ്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂയിങ് ഇൻ ദിസ് ഫാഷൻ വി ഒബ്റ്റെയിൻ ആസ് ബിഫോർ എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ പോലെ A നോട്ട് സബ്സെറ്റ് C1 സബ്സെറ്റ് ഇങ്ങനെ പോവും.
വിച്ച് മസ്റ്റ് എൻഡ് ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ലെറ്റ് us say that the sequence ends with the CS, where CS is irreducible and A naught is equal to P1, P2, etc. PS into CS, where each PA is also irreducible. This completes the proof that every non-zero non-unit of a principal ideal domain is a product of irreducibles. അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനടുത്ത് വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം ഇറഡ്യൂസിബിളാണ്. അപ്പോൾ ഒരു ഇറഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യുണീക്നെസ് ആണ് കാണിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ 2 ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് എടുക്കുന്നു. എയിനെ P1 P2 etc. PR equal to Q1 Q2 etc. QS എന്ന് എഴുതാൻ സാധിക്കും. ഓരോ പിയും ക്യൂ ഇറഡ്യൂസിബിളാണ്, റെപ്പറ്റേഷനും ഉണ്ടാവും. ഇനി അത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത്. R equal to 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? A equal to P1 എന്നാണ്. എന്ന് വെച്ചാൽ A തന്നെ ഇറഡ്യൂസിബിൾ. അപ്പോൾ പിന്നെ അതിനെ വേറെ Q1 into Q2 എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല, കാരണം ഇറഡ്യൂസിബിൾ അല്ലാതായി മാറും. അപ്പോൾ Q1 എന്നും A equal to P1 equal to Q1 എന്ന് എഴുതാൻ പറ്റും. So we may assume that the element that can be expressed as a product of fewer than അപ്പം R equal to 1 ആവുന്ന കേസിൽ ഒറ്റ ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതിനെ നമുക്ക് 6 താഴെ എണ്ണം ഫാക്ടറൈസേഷൻ ഉള്ളപ്പോഴെല്ലാം റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 6-നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സിൻസ് ഡി ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ ബൈ തിയറം 18.2 ഈച്ച് ഇറഡ്യൂസിബിൾ PA ഇൻ ദ പ്രോഡക്റ്റ് ഈസ് പ്രൈം. അപ്പം 18.2 അനുസരിച്ച് ഇറഡ്യൂസിബിൾസ് എല്ലാം പ്രൈം ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 18.2-നകത്ത്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഇറഡ്യൂസിബിൾസും എല്ലാം പ്രൈമാണ്. ഇനി നമുക്കിവിടെ എന്ത് കിട്ടി? P1 P2 etc. PR equal to Q1 Q2 etc. QS എന്ന് കിട്ടി. P1 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ P2 P3 etc. PR equal to Q1 Q2 etc. QS ഹോൾ ഡിവൈഡ് ബൈ P1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ P1 കൊണ്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അപ്പോൾ ഇറഡ്യൂസിബിൾസ് എല്ലാം പ്രൈംസ് ആണ് ഇൻ എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ. അപ്പോൾ പ്രൈമിൻ്റെ പ്രത്യേകത P ഡിവൈഡ്സ് AB ആണ്, P ഡിവൈഡ്സ് A or P ഡിവൈഡ്സ് B ആയിരിക്കും. അപ്പോൾ P1 ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ Q1 എന്നങ്ങ് എടുക്കുന്നു. അപ്പോൾ P1 ഡിവൈഡ്സ് Q1 എന്ന് എടുക്കുക. അപ്പോൾ Q1 is equal to U into P1 എന്ന് എഴുതാം, വേർ U is a unit of D. Since U P1 into etc. PR equal to U Q1 Q2 etc. QS equal to, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? P1 P2 etc. PRൻ്റെ ലെഫ്റ്റ് സൈഡ് U കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Q1 Q2 etc. QSൻ്റെ ലെഫ്റ്റ് സൈഡ് U കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? Q1 into U Q2 into etc. QS എന്ന് കിട്ടി. ഇനി U P1 Q1 സെയിം ആയതുകൊണ്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണേ, അത് ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പോൾ ഈ 6 താഴെ എണ്ണം ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിന് റിസൾട്ട് ട്രൂ ആണ്. യൂണിക് ഫാക്ടറൈസേഷൻ അപ് ടു അസോസിയേറ്റ്സ് ആണ്. എക്സ്ട്രാ വരുന്നത് Q1ഉം P1ഉം ആണ്. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റാണ്, കാരണം U P1 equal to Q1 ആണല്ലോ. സോ എന്തായി? ഇത് ഫാക്ടറൈസേഷൻ യൂണിക് അപ് ടു അസോസിയേറ്റ്സ് ആയി. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്.